എല്ലാവർക്കും നമസ്കാരം. രമ്യാസ് പാഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഊത്തപ്പം. ഊത്തപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് ഊത്തപ്പം. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഊത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എണ്ണ തടവി കൊടുക്കണ്ട. അതിലേക്ക് നമുക്ക് ഒരു വലിയൊരു തവി ദോശമാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് ദോശമാവ് തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി നിരത്തി കൊടുക്കരുത്, അപ്പോൾ നമ്മൾ ദോശ പോലെ ആയിപ്പോവും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലേക്കും നല്ല ഡിസൈൻ പോലെ എല്ലാ സൈഡിലേക്കും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ്, ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ കുറേശ്ശായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഊറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരമായിട്ട് നമുക്ക് എണ്ണ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ സ്പൂൺ വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ ദോശക്കല്ലിലേക്കാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദോശമാവ് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ, ഉണങ്ങി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ദോശ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ദോശയല്ല, ഊത്തപ്പം. ഒരുപാട് കട്ടിയിൽ ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ അകത്ത് വേവാത്ത പോലെയാണ്. മറിച്ചിട്ടിട്ട് ഒരു മിനിറ്റ് വരെയൊക്കെ വെച്ച് കൊടുത്താൽ മതി. കൂടുതൽ നേരം വെക്കുമ്പോൾ അത് കരിഞ്ഞു പോവും. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. നമ്മളെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അടുത്തത് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ടവൽ വെച്ചിട്ട്, കിച്ചൺ ടവൽ വെച്ചിട്ട് നന്നായിട്ടത് തുടച്ചെടുക്കാം. ഇപ്പോൾ അടുത്ത ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും പതുക്കെ ഒന്ന് ഇങ്ങനെ നിരത്തി കൊടുക്കണം. ഒരുപാട് നിരത്തിയാൽ ദോശ പോലെ ആവും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, തക്കാളി ഉള്ളിയൊക്കെ, അതൊന്നും അതിൽ പിടിക്കൂല, ഇളകി വീഴും. ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത് കുറച്ച് ചമ്മന്തിപ്പൊടിയാണ്. ഇത് ചമ്മന്തിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഊത്തപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വലിയ ഉള്ളി, പിന്നെ തക്കാളി, മല്ലിയില, വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ദോശമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അവസാനം കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 2 കപ്പ് പച്ചരിയും 1/2 കപ്പ് ബസ്മതി റൈസ്, അല്ലെങ്കിൽ നമ്മുടെ റേഷൻ അരി ഉണ്ടല്ലോ, അതായാലും മതി. നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തി വെക്കണം. പിന്നെ 1 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം കഴുകിയിട്ട് ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. അത് കഴിഞ്ഞിട്ട് അരിയും ഉഴുന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുന്നത്. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കണം. അരക്കുന്ന കൂട്ടത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ വലിയ സ്പൂണ് അവിൽ കഴുകിയിട്ട് അരക്കുമ്പോൾ അരിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ അധികം വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ട് കട്ടയിൽ അരച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 8 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വേണ്ടി വെക്കണം. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും.
പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന അടുപ്പിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. ഇങ്ങനെയാണ് നമ്മൾ ദോശമാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഊത്തപ്പം ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ അമ്മ ഒരു 5-6 മണിയാകുമ്പോഴേക്കൊക്കെ ഉഴുന്നും അരിയൊക്കെ കല്ലിൽ അരച്ചു വെക്കും. ഇപ്പം നമുക്ക് ഏത് സമയത്താണെങ്കിലും അരച്ചെടുക്കാമല്ലോ മിക്സിയിൽ. അപ്പോൾ രാവിലേക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ രാവിലെ ഇഡലി ചമ്മന്തിയോ ഇഡലി സാമ്പാറോ അല്ലെങ്കിൽ കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ഊത്തപ്പം. കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തിയോ നമുക്ക് ഇഷ്ടപ്പെട്ട തേങ്ങാ ചമ്മന്തിയോ ഇഞ്ചി ചമ്മന്തിയോ തക്കാളി ചമ്മന്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. പിന്നെ സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി വരുന്നത്. ബൈ ബൈ. രണ്ട് കപ്പ് പച്ചരിയും 1/2 കപ്പ് ബസ്മതി റൈസ് അല്ലെങ്കിൽ നമ്മുടെ റേഷൻ അരി ഉണ്ടല്ലോ അതായാലും മതി. നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തി വെക്കണം. പിന്നെ 1 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കഴുകിയിട്ട് ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. അത് കഴിഞ്ഞിട്ട് അരിയും ഉഴുന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുന്നത്. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കണം. അരക്കുന്ന കൂട്ടത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ വലിയ സ്പൂണ് അവിൽ കഴുകിയിട്ട് അരക്കുമ്പോൾ അരിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ അധികം വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ട് കട്ടയിൽ അരച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 8 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വേണ്ടി വെക്കണം. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന അടുപ്പിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. ഇങ്ങനെയാണ് നമ്മൾ ദോശമാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി വരുന്നത്. ബൈ ബൈ.